അധോന്നതയിൽ നിന്നും അനുഷ്ടുപ്പിൽ നിന്നും കൊങ്കവിലുക്കിയെത്തുന്ന പരമാനന്ദ രസമായിരുന്നില്ല അന്ന് കവിത. പ്രണയ നൈരാശ്യം കൊണ്ട് ഏതോ ചന്ദ്രയ്ക്ക് വേണ്ടി ഒരു മരക്കൊമ്പിൽ കെട്ടിത്തൂങ്ങിച്ച തന്നെ രംഭരോഗവുമായിരുന്നില്ല കവിത. നിന്നുപോയ നിങ്ങളുടെ വാച്ചുകളിൽ സമയം ശരിയാക്കുകയും വസന്തം മുഴങ്ങുന്നു, ഇടി മുഴങ്ങുന്നു എന്ന് KGS. നേതാക്കളുടെ കവലപ്രസംഗങ്ങൾക്കും കാവ്യുടുപ്പുകൾക്കുമടിയിൽ പിടിച്ചു കെട്ടാനാവാത്തൊരു അഗ്നി കുളമ്പടിക്കുന്നുണ്ട്. കുബേര, ഞങ്ങൾ പ്രതിജ്ഞ പുതുക്കുകയാണ് എന്ന് സച്ചിദാനന്ദൻ. നിലനിൽക്കേണ്ട ധർമ്മപുത്രനെ പോലെ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് ബാലചന്ദ്രൻ. ജോൺ എബ്രഹാം, അമ്മാറിയാൻ, ജോണിന്റെ ചെന്നായ്ക്കൾ, മാത്യുവിന്റെ ജോസഫ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു, കലികുല, അമ്മ, പടയണി, ഓർത്തു നോക്കൂ കോഴിക്കോടിന്റെ 80-കൾ. ആ കാലത്തിന്റെ പ്രതിനിധാനമാണ് ആർമോഹൻ. ആർമോഹൻ വിപ്ലവപക്ഷത്തായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. സാക്ഷിയായിരുന്നു, ഹൃദയാലുവായ സാക്ഷിയായിരുന്നു. മോഹനന്റെ എഴുത്തിലും നമുക്കത് കാണാനാവും. ആ എഴുത്ത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് കരുതി ജോസിയും പുസ്തക പ്രസാധനവും ഒരു കാലത്തിന്റെ ശേഷിപ്പ് പോലെ നമുക്കൊരു പുസ്തകം തന്നിരിക്കുന്നു. ഞാൻ എൻ്റെ സംസാരം നീട്ടുന്നില്ല. ഇവിടെ എന്തുകൊണ്ട് ഈ സായങ്കാലത്ത് പുസ്തകം എന്ന് ചോദിച്ചപ്പോൾ 78-ാം വയസ്സിൽ പുസ്തകം ഇറക്കിയ ഒരു വിശിഷ്ട കവി നമ്മുടെ വേദിയിലുണ്ട്. സി വാസുദേവനുണ്ണി. ഗുരുവായൂരപ്പൻ കോളേജിന്റെ പ്രിൻസിപ്പളും മധ്യവയോധികനായ ഗുരുവര്യനുമായ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട ജോയ് മാത്യു ആണ്. ജോയ് മാത്യു എന്നും പ്രതിപക്ഷത്തായിരുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്. നിങ്ങളൊക്കെ SFI ആണെങ്കിൽ നമ്മളും SFI എന്നാണ് ആർട്സ് കോളേജിൽ വെച്ചപ്പോൾ ജോയ് മാത്യു പറഞ്ഞത് ഇന്ന് ഓർമ്മിക്കുകയാണ്. ജോയ് മാത്യുവിന്റെ കലികുല, മറക്കുല, മധ്യധരണ്യാഴി, ജോസഫ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഇന്ന് സിനിമാ രംഗത്ത് വളരെ സജീവമാണ് ജോയ് മാത്യു. നടൻ, സംവിധായകൻ എന്നതിനപ്പുറത്ത് വളരെ ഉൾക്കാഴ്ചയുള്ള ഒരു എഴുത്തുകാരനാണ് താനെന്ന് പൂനാരങ്ങ എന്ന പുസ്തകത്തിലൂടെ ജോയ് മാത്യു നമ്മളോട് പറയുന്നു. ജോയ് മാത്യുവാണ് പുസ്തകം പ്രകാശിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട നൗഷാദാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത്. നൗഷാദ് ഇപ്പോൾ മാതൃഭൂമിയുടെ പബ്ലിക്കേഷൻ മാനേജറാണ്. പക്ഷെ ആ കാലത്തും ആർമോഹന്റെയും ജോയ് മാത്യുവിൻ്റെയും യേശോമന്റെയും കൂടെയുള്ള ആ ഗ്രൂപ്പിലെ ഏറ്റവും മൈനറായിട്ടുള്ള ആളായിരുന്നു നൗഷാദ്. പുസ്തക പ്രസാധനത്തിന് പുതിയ ടൈറ്റിലുകൾ കണ്ടെടുക്കുന്നതിനും പുസ്തക പ്രസാധനത്തെ ഒരു പുതിയ കലയാക്കി പരിവർത്തിപ്പിക്കുന്നതിനും നൗഷാദിൻ്റെ പങ്ക് ചെറുതല്ല. നൗഷാദിനെയും ജോയ് മാത്യുവിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ വേദിയിലുള്ളത് OP സുരേഷാണ്. വിക്ഷുബ്ധമായ രാഷ്ട്രീയ അന്തർഗതങ്ങളുള്ള കവിതകൾ ഇന്ന് എഴുതുന്ന കവിയാണ് OP സുരേഷ്. OPയുടെ താജ്മഹൽ ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന നെതന്യാഹു സ്ഫോടക ശക്തിയുള്ള കവിതയാണ്. ആ കവിത ഇന്ന് നമുക്ക് വേണ്ടി OP ചൊല്ലുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. OPയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ പരിപാടിയിൽ നിന്ന് അധ്യക്ഷം വഹിക്കുന്നത് പ്രിയങ്കരനായ പോൾ മാസ്റ്ററാണ്. പോൾ മാസ്റ്റർ പറഞ്ഞ കാലത്തിന്റെ പ്രതിനിധി മാത്രമല്ല, കോഴിക്കോടിന്റെ സാഹിത്യ രംഗത്ത്
നവീനതയുടെ ഭാവുകത്വം കൊണ്ടുവരുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയാലാണ് കവിയായി, ചിത്രകാരനായി, ശില്പിയായി. വചനങ്ങളുടെ ഗാഠപ്രവാഹം അനുഭവിപ്പിക്കുന്ന പ്രഭാഷകനായി, കഴിഞ്ഞുപോയ അരനൂറ്റാണ്ടുകാലം അധ്യാപകനായി, കോഴിക്കോടിൻ്റെ മറ്റൊരാത്മസ്പന്ദനം തന്നെയാണ് പോൾ മാസ്റ്റർ. പ്രിയപ്പെട്ട ഗുരു കൂടിയാണ് എനിക്ക് പോൾ മാസ്റ്റർ. പോൾ മാസ്റ്റർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലുള്ളത് പുസ്തക പ്രസാധക സംഘത്തിൻ്റെ ജോസിയാണ്. ജോസി പുസ്തക പ്രകാശന രംഗത്ത് വേറിട്ടുള്ളൊരു ധാര കൊണ്ടുവന്ന ആളാണ്. നീണ്ട നീണ്ട ഇടവേളകൾ ഉണ്ടെങ്കിൽ പോലും ആ ഇടവേളകളെ മുഴുവൻ സാർത്ഥകമാക്കിക്കൊണ്ട് ഒരു നല്ല പുസ്തകവുമായിട്ട് ജോസി നമുക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ പുസ്തകം ഇറക്കിയതിനുള്ള മോഹനന്റെ സുഹൃത്തുക്കളുടെ നന്ദിയും കടപ്പാടും ജോസി അറിയിക്കുന്നതോടൊപ്പം ജോസി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. പിന്നെ കവിയും നടനും സാംസ്കാരിക പ്രവർത്തകനുമായ ബൈജു ലാല വേദിയിലുണ്ട്. അദ്ദേഹത്തെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് സാംസ്കാരിക രംഗത്തും ഫിലിം സൊസൈറ്റി രംഗത്തും വളരെ സജീവമായിട്ട് നിലനിൽക്കുന്ന, ഇന്നും നിലനിൽക്കുന്ന, ഇന്ന് ന്യൂസ് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക ധാരയുടെ വക്താവായ തോമസ് വേദിയിലുണ്ട്. തോമസിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ മാന്യസദസ്സിനോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ പുസ്തകത്തിന് 100 രൂപയാണ് വില. എല്ലാവരും പുസ്തകം ഒന്നല്ല പലത് വാങ്ങിക്കണമെന്ന് കവിതയായി ജ്വലിപ്പിച്ചുകൊണ്ട് പറയുന്നു. ബാക്കി നിങ്ങൾ ഊഹിക്കുക. അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി പോൾ മാസ്റ്ററെ സവിനയം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവർ, ഒരു കൂടിച്ചേരൽ നമ്മളിപ്പോൾ നടത്തുന്നത് ആർ മോഹൻ്റെ പേരിലാണ്. ഇത് അപൂർവമാണ് ഈ കൂടിച്ചേരൽ. ആർ മോഹനാണ് ഇതിൻ്റെ മുഴുവൻ പിന്നിലുള്ള ശക്തിയും ഇതിൻ്റെ കാരണവും എല്ലാം. മോഹനൻ നമ്മുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കാണാത്തൊരു മോഹനൻ വളരെ നിശബ്ദമായി ജീവിക്കുന്നുണ്ടായിരുന്നു. ആ മോഹനൻ എഴുത്തുകാരനാണ്. ഇവിടെ ഷൗക്കത്ത് അലി പറഞ്ഞതുപോലെ കവിയാണ്, നിരൂപകനാണ്, സാമൂഹിക വിമർശകനാണ്. പല നിലയിലും വളരെ സാംസ്കാരികമായ ഉണർവിൻ്റെ ഒരു പ്രതീകം പോലെ ആർ മോഹൻ ഉണ്ടായിരുന്നു. എവിടെ ഉദാസീനമായി നമ്മുടെ ഇടയിലെ ആളുകളുടെ ജീവിതം തളർന്നു പോകുമോ അവിടെയൊക്കെ അക്കാര്യം നമ്മളോട് അറിയിക്കാൻ വേണ്ടിയെങ്കിലും മോഹൻ വരും. ആർ മോഹനെ കുറിച്ച് എല്ലാവരും സംസാരിക്കാനിരിക്കുന്നുണ്ട്. ഞാനും സംസാരിക്കാം. എന്നാൽ നമ്മുടെ സമയവും ആളുകളുടെ ഇതൊക്കെ ക്രമപ്പെടുത്തിയിട്ടാവാമെന്ന് വിചാരിച്ച് തൽക്കാലം അതിൽ നിന്ന് പിൻവലിഞ്ഞ് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വളരെ സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടി പ്രമുഖ നടനും എഴുത്തുകാരനും ആയ ജോയ് മാത്യുവിനെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങാൻ വളരെ വിനയപൂർവ്വം നൗഷാദിനെയും ഞാൻ ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ജലസ്മൃതിനാശങ്ങൾ സ്വാഗതം പറയേണ്ട കോഴിക്കോട്ടെ സുമനസ്സുകളെ മറന്നുപോയി. കോഴിക്കോട്ടെ സഹൃദയരായ സുമനസ്സുകളെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അതുപോലെ മാധ്യമ പ്രവർത്തകരുണ്ട്, പരിപാടിക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും മോഹനന് വേണ്ടി, പുസ്തക പ്രസാധക സംഘത്തിന് വേണ്ടി, സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇനി ജോയ് മാത്യു നമ്മളോട് സംസാരിക്കും. വേദിയിൽ എൻ്റെ രണ്ട് ഗുരുക്കന്മാരുണ്ട്, അടുത്ത സുഹൃത്തുക്കളുണ്ട്. എൻ്റെ മുൻപിലും ഒട്ടുമിക്ക ആൾക്കാരെ എനിക്കറിയാം. ഒരു പുസ്തക പ്രകാശനത്തിന് ടൗൺ ഹാൾ നിറയുന്നത് അപൂർവമാണ്. അത് ഞങ്ങളുടെയൊന്നും പ്രസംഗം കേൾക്കാൻ വന്ന ആൾക്കാരായിരിക്കാൻ സാധ്യതയില്ല. മോഹനോടുള്ള സ്നേഹം, മോഹനോടുള്ള ആദരവ്, ബഹുമാനം, ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ടൗൺ ഹാളിൽ ഇത്രയധികം ആളുകൾ ഇന്ന് വരാൻ കാരണം. മോഹനൊരു കവിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഒരു എഴുത്തുകാരനായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല, ഒരു അധ്യാപകനായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ മോഹൻ ഇതൊക്കെയാണ് താൻ. ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയൊരു സൗഹൃദ സാമ്രാജ്യത്തിനുടമയാണ് മോഹൻ. അതാണ് ഇന്നിവിടെ ഇത്രയും ജനം തിങ്ങി നിറയാൻ കാരണം. ഞാൻ പറഞ്ഞില്ലേ, പുസ്തക പ്രകാശനം പൊതുവെ ശുഷ്കമായ ഒരു ചടങ്ങായിട്ടാണ് പരിഗണിക്കാറ്. അതുകൊണ്ടാണ് ചെറിയ ഹാളുകളൊക്കെ ഇതിനോട് തിരഞ്ഞെടുക്കാറ്. ഡോക്ടർ രാജൻ എന്ന് ഞങ്ങളുടെ അടുത്ത സുഹൃത്ത്, ഐരാജൻ എന്ന് ഞങ്ങൾ പറയും. 6 മാസം ഓസ്ട്രേലിയയിലും 6 മാസം കേരളത്തിലും ജീവിക്കുന്ന ഒരു ഡോക്ടർ. ഈ 6 മാസം കൂടുമ്പോൾ നാട്ടിൽ വന്നാൽ ഐരാജിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടാൻ തോന്നും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലമായ ഒരു വ്യക്തിത്വം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആർമോഹനിൽ ഒരു പുസ്തക പ്രകാശനം നടത്തണം എന്ന് അദ്ദേഹം തീവ്രമായി അപേക്ഷിക്കുകയും ടൗൺ ഹാൾ ബുക്ക് ചെയ്യുകയും നമ്മളെയൊക്കെ നിരന്തരം വിളിച്ചും ഓർപ്പിച്ചും പേടിപ്പിച്ചും ഒക്കെ ഈ ദിവസം ഇങ്ങനെയൊക്കെ ആക്കി മാറ്റി. ഐരാജിൻ്റെ ഒരു ഉത്സാഹം ആണ് ഈ ഒരു ചടങ്ങിൻ്റെ വിജയത്തിന് പ്രധാന കാരണമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന് ജോസിയാണ്, PC ജോസി. ജോസിയുടെ പുസ്തക പ്രസാധ സംഘം ഈ പുസ്തകം ഇറക്കാൻ തയ്യാറായത് ഇതിൽ വലിയ 10,000-15,000 കോപ്പി അടിച്ച് വിറ്റ് ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമായതുകൊണ്ടല്ല. ആർമോഹൻ എന്ന വ്യക്തിയോടും അദ്ദേഹത്തിൻ്റെ ജീവിതം രേഖപ്പെടുത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയുള്ള വ്യക്തികളും ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ടും അവർ ഓർമ്മിക്കപ്പെടേണ്ടതായതുകൊണ്ടും തന്നെയാണ് ജോസി നഷ്ടമെങ്കിൽ നഷ്ടം എന്നുള്ള തീരുമാനത്തിൽ ഈ പുസ്തകത്തിൻ്റെ പ്രസ്താവന ഏറ്റെടുത്തത്. സുഖമില്ലാത്തൊരവസ്ഥയിലാണ്. എൻ്റെ 2 ഗുരുക്കന്മാരിൽ ഒരാൾ പ്രൊഫസർ വാസുദേവൻ ഉണ്ണി, ഗുരുവായൂരപ്പൻ കോളേജിൽ
പ്രീഡിഗ്രി കാലം മുതലുള്ള ബന്ധമാണ്. 40 കൊല്ലമായിട്ടും നിരന്തരമായി ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും എന്നെ തിരുത്തുകയും എനിക്ക് പ്രോത്സാഹനം തരികയൊക്കെ ചെയ്യുന്ന ഉണ്ണിമാഷ്. അതുപോലെ പോൾമാഷാണ് വേറൊരുത്തത്തിൽ എന്നെ സാംസ്കാരിക പ്രവർത്തകനാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ഒരു പ്രീഡിഗ്രി കാലത്ത് മറ്റു പല വിദ്യാർത്ഥികളെയും പോലെ പുസ്തകം വായിച്ച് നടക്കുന്ന കാലത്ത്, അതായത് ഡിറ്റക്റ്റീവ് നോവലുകളും അതുപോലെ അത്യാവശ്യം ദസ്തേവ്സ്കി പരിഭാഷകളൊക്കെ വായിക്കുന്ന ഒരു കാലത്ത് കാലുവെച്ച സമയത്താണ് പോൾമാഷ കാണുന്നതും പോൾമാഷ് ഒരു പുസ്തകം വായിക്കാൻ തരുന്നതാണ് എന്നെ പിന്നെ മാറ്റി വാങ്ങിച്ചത്. പാബ്ലോ നെരൂദയുടെ ഒരു ചെറിയ പുസ്തകം, ഓർമ്മക്കുറിപ്പ് എന്നുള്ളത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ നിരന്തരമായി എനിക്ക് വേണ്ട പ്രോത്സാഹനം തരികയും പല പല കാര്യങ്ങൾ, നാടകങ്ങളിലായാലും ശരി, ചിത്രകലയെ സംബന്ധിച്ചാണെങ്കിലും എഴുത്തിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ തന്നെ വഴികാട്ടിയായിട്ടുള്ള മാഷ്. മറ്റു PP ഷൗക്കത്തലി, നമ്മളൊക്കെ ബാല്യകാല എല്ലാം പഴയകാല സുഹൃത്തുക്കളാണ്. ജോസി, OP സുനീഷ്, തോമസ്, അതുപോലെ ബൈജു, നൗഷാദ്. ഇവർക്കൊക്കെ ഞാനിവിടെ പറയേണ്ട കാര്യങ്ങൾ ഇവർക്കൊക്കെ അറിയാം. ഞാനാണ് ഇതിൻ്റെ ഒരു ആമുഖം എഴുതിയിട്ടുള്ളത്. അതിലും ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു കാലഘട്ടത്തെയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്, കഴിഞ്ഞുപോയ കാലഘട്ടം. അതിൻ്റെ റിസൾട്ടല്ല അതിൻ്റെ നമ്മൾ വിലയിരുത്തേണ്ടത്. റിസൾട്ട് ചിലപ്പോൾ വലിയ ഒരു ശോഭനമായ ഒരു റിസൾട്ട് ആയിരിക്കില്ല എങ്കിൽ പോലും പരാജയപ്പെട്ട ചില യുദ്ധങ്ങളാണ് മനുഷ്യരെ മാറ്റി തീർക്കുക, അല്ലെങ്കിൽ മനുഷ്യരെ മറ്റു വിജയത്തിലേക്ക് എത്തിക്കുക. ഒരുപാട് യുദ്ധങ്ങൾ ചെയ്താലാണ് അവസാനം യുദ്ധം ജയിക്കുക. ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പല യുദ്ധങ്ങളും ചെയ്ത് പരാജയപ്പെട്ടു എന്ന് ലോകം കരുതുകയും എന്നാൽ പരാജയപ്പെട്ടില്ല എന്ന് ഞങ്ങൾ സ്വയം കരുതുകയും ചെയ്യുന്ന മനുഷ്യരാണ്. പരാജയം എന്നുള്ളതല്ല, യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ആ യുദ്ധത്തിൻ്റെ ഭാഗവാക്കായ ഒരാളാണ് ആർമോഹൻ. ആർമോഹൻ എന്നും എല്ലാ കാര്യങ്ങളിലും സജീവമായി ഞങ്ങളോടൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അത് ബാങ്ക് മെൻസിൻ്റെ പരിപാടിയാണെങ്കിലും ശരി, സാംസ്കാരിക വേദിയുടെ പരിപാടിയാണെങ്കിലും ശരി, മധുഭാഷ നാടകമാണെങ്കിലും ശരി, മറ്റേത് ഏത് സാംസ്കാരിക പരിപാടിയാണെങ്കിലും ശരി, ഈ സാംസ്കാരിക പരിപാടി ഒന്നുമില്ലെങ്കിലും ശരി, മോഹൻ പരിസരത്തുണ്ടാവും. ശരിക്കും ടൗൺ ഹാളിൽ വെക്കേണ്ട വലിയ ചിത്രം വെക്കാൻ ഇപ്പോൾ പറയേണ്ടത്. ചിത്രം വെച്ചില്ലെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന ആൾക്കാരെ ചിത്രങ്ങളൊന്നും ഇവിടെ ഇല്ല. നമുക്കറിയാത്ത ഒരുപാട് ആൾക്കാർ ചിത്രങ്ങൾ ഇതിലുണ്ട്. ഞാൻ പലപ്പോഴും ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നോക്കാറുള്ളത് ഇതിൽ പലരും നമുക്കറിയില്ല. അപ്പോൾ ചിത്രങ്ങൾ സ്ഥാപിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമൊക്കെ നമുക്കറിയാം. പക്ഷെ ചിത്രങ്ങൾ സ്ഥാപിക്കാതെ ഈ ടൗൺ ഹാളിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയരായ ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പോൾ KC നമ്പ്യാർ, അമിത് മല്ലിശ്ശേരി, മധുമാഷ്, നന്ദകുമാർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട്. ഇവരുടെയൊക്കെ സാന്നിധ്യം കോഴിക്കോട്ടെ സാംസ്കാരിക രംഗത്തെ ഇടപെടലുകളായിരുന്നു. ഇത് തന്നെയാണ് ആർമോഹനും ചെയ്തിരുന്നത്. ആർമോഹൻ നിരന്തരം ഇടപെടുകയായിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സാധനം കുത്തിക്കുറിച്ച് എഴുതുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സംശയങ്ങളാണ്. വാക്കുകളുടെ ഘടന, ഗ്രാമർ, ഇതിലൊക്കെ ഞാൻ വളരെ പിന്നിലാണ്. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഗ്രാമറാണ് പലപ്പോഴും. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ട രീതിയിലുള്ളൊരു ഗ്രാമർ നമുക്കുണ്ടാകും. ഉണ്ണിമാഷൊക്കെ നമ്മളൊന്ന് കിണഞ്ഞ് പരിശ്രമിച്ച് പഠിപ്പിച്ചതാണ്. എങ്കിൽ പോലും അവസാനത്തെ തിരുത്ത് ആർമോഹൻ്റെ കൈകൊണ്ടാണ്. എൻ്റെ എഴുതിയ എല്ലാ പുസ്തകങ്ങളുടെയും എല്ലാ ലേഖനങ്ങളുടെയും അവസാനത്തെ മിനുക്ക് പണി അല്ലെങ്കിൽ ടിപ്പണി ആർമോഹനാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. കാരണം അത് ഞങ്ങൾ തമ്മിലൊരു രഹസ്യ ഉടമ്പടിയാണ്. ആരോട് പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം ഞാനത് വ്യക്തമാക്കുകയാണ്. ഭാഷയിൽ മോഹനുള്ള വലിയ പിടിപാടാണ്. ശരിക്കും മലയാള ഭാഷയിൽ ഇത്ര അവഗാഹമുള്ള മറ്റൊരു സുഹൃത്ത് എനിക്കില്ല. അധ്യാപകർ ഒരുപാടുണ്ടാവും, പക്ഷേ സുഹൃത്തായിട്ടൊരാളില്ല. പെമ്മൻകാരശ്ശേരിയൊക്കെ അധ്യാപകരായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് മാഷ എൻ്റെ ലേഖനം തിരുത്തണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് എഴുതേണ്ട കാര്യമില്ല, ഒരുപാട് കേട്ടത്. മോഹൻ അങ്ങനെയല്ല. മോഹൻ അത് സമയമുണ്ടാക്കി ചെയ്ത് നോക്കി റെഡിയാക്കി തരും. മോഹന് ഞാനും അനുഭവിച്ച ഒരുപാട് ജീവിത സന്ദർഭങ്ങളുണ്ട്. അത് ഞാൻ ഇവിടെ ഒരുപാടൊന്നും പറയുന്നില്ല. ആ കാലം അവതാരികയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തമാക്കാത്തൊരു കാലഘട്ടം ഞങ്ങളുടെ വീട്ടിൽ അധ്യാപകരായ ഒരു കാലഘട്ടമാണ്. ഞാൻ ഒരു അധ്യാപകനായി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥകൾ ആലോചിച്ചു.
ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴത്തെ വിപ്ലവമൊക്കെ പിരിച്ചുവിട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യശോമനും മോഹനും തിരുവമ്പാടി കോളേജ്, നാഷണൽ കോളേജ്, അവിടെ പഠിപ്പിക്കുന്നു. എന്നോട് പറഞ്ഞു, നീയും വന്നോ, നിനക്ക് പഠിപ്പിക്കാനൊക്കെ പറ്റുന്നു. അങ്ങനെ ഞങ്ങൾ 3 മാസം മറ്റോ 4 മാസം ഞാൻ അവിടെ പഠിപ്പിച്ചു. രസകരമായിരുന്നു യാത്രയും, ബസ് യാത്രയും, ഇടവേളകളും, സംഘർഷങ്ങളും, കവിതാലാപനങ്ങളും. ആദ്യം ക്ലാസ് എടുക്കൽ, കവിത പാടലും ഒക്കെ തന്നെയാണ്. പക്ഷെ കുട്ടികൾക്കൊക്കെ അതാണ് ഇഷ്ടവും. എന്തായാലും കുട്ടികളൊക്കെ പാസ്സായി, ഞങ്ങൾ പുറത്തുപോയി. ഇങ്ങനെ നിരവധി ജീവിത സന്ദർഭങ്ങൾ, കഷ്ടപ്പാടിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ, കടത്തിൻ്റെ, പ്രണയ നൈരാശ്യത്തിൻ്റെ, അതേ കൂടെയാണ് ഞങ്ങളെ ഈ 40 വർഷത്തിൽ അധികം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം കടന്നുപോയി. അങ്ങനെയുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു പുസ്തകം, ആത്മബന്ധത്തിൻ്റെ ചോരയോട്ടമുള്ള പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്ക് കിട്ടിയ ഈ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്ദർഭമായി ഞാൻ കണക്കാക്കുന്നു. ഉണ്ണിമാഷെ പുസ്തകവും ഞാൻ തന്നെയാണ് പ്രകാശനം ചെയ്തത്. ഉണ്ണിമാഷ് എൻ്റെ ഗുരുനാഥനാണ്. ഗുരുനാഥൻ അദ്ദേഹത്തിന് 80-ാം വയസ്സിലാണ് ആദ്യത്തെ കവിതാ സമാഹാരം ഇറക്കിയത്. അത് ഞാനാണ് പ്രകാശനം ചെയ്തത്. ഇപ്പം മോഹൻ ഇത്രയും വലിയ പ്രായമൊന്നുമായിട്ടില്ല, ഇപ്പം പെയിലടിച്ചിരിക്കുകയാണ് വെള്ള. മനസ്സുകൊണ്ട് വളരെ ചെറുപ്പക്കാരനായ മോഹൻ വളരെ വൈകിട്ടാണ് ഈ ഒരു പുസ്തകം പലരുടെ നിർബന്ധത്തിന് വഴങ്ങി, എൻ്റെ നിർബന്ധം കൊണ്ടൊന്ന് കൂട്ടിക്കൊള്ളു, ഇതിൻ്റെ പുസ്തകം ഇറക്കുന്നു. അതും പ്രകാശനം ചെയ്യാൻ എനിക്ക് സാധിച്ചു. അത് പ്രകാശന കർമ്മം എന്നുള്ളതിനേക്കാൾ ഉപരി ഇത്രയും ഫോർമലാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതിനേക്കാൾ ഉപരി വലിയൊരു ആദരിക്കൽ ചടങ്ങ് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതും രണ്ടു വാക്ക് പറയാൻ സാധിച്ചതും ഒക്കെ വലിയ സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു. സന്തോഷത്തോടുകൂടി ഈ പുസ്തക പ്രകാശനം നിർവഹിച്ചതായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. താങ്ക് യു. ഈ പുസ്തകം ഏറ്റുവാങ്ങിയ നൗഷാദ് നമ്മുടെ എല്ലാവരുടെയും പരിചയക്കാരനും സുഹൃത്തും പ്രസാധന രംഗത്ത് നവാഗതനെങ്കിലും വളരെ അറിയപ്പെടുന്ന ആളായി മാറിയ ഒരാളാണ്. അപ്പോൾ നൗഷാദ് തീർച്ചയായിട്ടും മോഹൻ മാഷ പുസ്തകത്തെയും ഇത് പ്രസിദ്ധീകരിക്കാനിടയായ സന്ദർഭത്തിൻ്റെ സാഫല്യത്തെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാലത്തിൻ്റെ കൈത്തിരിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. സത്യത്തിൽ ഞാൻ ഈ പുസ്തകം സ്വീകരിക്കേണ്ട ആളല്ല, ലോക്കേജോടെയാണ് ഈ പുസ്തകം സ്വീകരിക്കേണ്ടത്. ഞാനിതിൻ്റെ ജോസിയുടെ കൂടെ ഇതിൻ്റെ പ്രസാദനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഒരു പ്രസാധകനായതുകൊണ്ട് അതിൻ്റെ കൂടെ നിന്ന ഒരാളാണ്. അപ്പോൾ ഓക്കേജോടി വരാത്തതുകൊണ്ട് ഇന്നലെ ആണ് എന്നോട് പറഞ്ഞ ഈ പുസ്തകം സ്വീകരിക്കണമെന്ന്. അതുമാത്രമല്ല കാലത്തിൻ്റെ കൈക്രിയ. ഞാനൊരു 20 വയസ്സുള്ളപ്പോൾ, ഞാൻ ഇപ്പോഴത്തെ വയസ്സ് പറയുന്നില്ല, ഏതാണ്ട് 30 വർഷം മുമ്പ് ഈ ബോധി ബുക്സിൻ്റെ മുമ്പിൽ ഈ VP ഷൗക്കത്തിൻ്റെ കൈയും പിടിച്ച് ചെല്ലുമ്പോൾ അവിടെ നിന്ന് അത് അന്ന് ബോധിമുറ്റം എന്ന് പറയാം, ബോധി ബുക്സിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ കാണുന്ന ആളുകളാണ് പോൾ മാഷ്, പോൾ കല്ലാനോട്, R മോഹൻ, ഇവിടെ ഇല്ലാത്ത NK രവീന്ദ്രൻ, അതുപോലെ VK പ്രഭാകരൻ, A സോമാഷ്, പ്രേംചന്ദ്, യാക്കൂബ് ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, യാക്കൂബ്, ഒരുപാട് ആളുകൾ അന്ന് കാണാറുണ്ട്. അന്ന് സത്യത്തിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ഇന്ന് അക്ഷരം പറ്റി ജീവിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അന്ന് ഒരു വായിച്ച് നമ്മൾ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, സോമാഷായിട്ട് ഉപയോഗിച്ച വാക്ക് പാതിബന്ധ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ വായിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വക്ക് കടിച്ചിട്ട് വരുന്നത് നമ്മുടെ വായനയെ തിരുത്തുന്നു, നമ്മൾ വായിക്കേണ്ട പുസ്തകങ്ങളെ പറഞ്ഞു വരുന്നു. സോമാഷ് എനിക്ക് ഓർമ്മയുണ്ട്, ഈ വൈകുന്നേരം സന്ധ്യ സമയത്ത്, അന്ന് സ്ഥലം പറയുന്നില്ല എവിടെ, അവിടെ ഈ ബോധി ബുക്സിൻ്റെ തൊട്ടപ്പുറത്ത് സാംകോ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും സംസാരിച്ചിട്ട് ഇവരെന്നെയൊന്നും അതൊന്നും പരിഗണിക്കുന്നില്ല. ഞാൻ ഷൗക്കത്തലിയുടെ കൂടെ വരുന്ന ഒരു ശിശു എന്ന രീതിയിലാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അവർ അങ്ങോട്ട് പോകും. ഇവർ തർക്കിക്കുന്നത് ഭീകരമായ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തർക്കിക്കും. അതിലെന്തെങ്കിലും രീതിയിൽ കുറച്ച് മാറി നിൽക്കുന്ന രണ്ടാൾക്കാർ, ഒന്ന് ജോയ് മാത്യു, ഒന്ന് VP ഷൗക്കത്തലിയാണ്. ബാക്കി ഭയങ്കര തർക്കമാണ്. സോവിയറ്റ് യൂണിയൻ അന്ന് തകർന്നു പോകുന്ന കാലമാണ്. ഇവർ ഭീകരമായിട്ട്, ഞാൻ വിചാരിക്കും ഇപ്പം അടി പൊട്ടുമെന്ന് വിചാരിക്കും ഇവർ തമ്മിൽ.
പക്ഷേ അതാണ് എനിക്ക് ആദ്യത്തെ മാതൃക. സൗഹൃദത്തിൻ്റെ ഒരു വലിയ മാതൃകയായിരുന്നു. പിന്നെ വായിക്കേണ്ട പുസ്തകങ്ങളെ പറ്റി പറഞ്ഞുതരും. അന്ന് ബോധി ബുക്സിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ ജോയേട്ടൻ പറ്റ് തന്ന് അവിടുന്ന് പുസ്തകങ്ങൾ വായിക്കുന്നു. ആ ഒരു കാലം അന്ന് അവിടേക്ക് വരുന്ന ഒരാളാണ് ആറുമോഹൻ. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഷൗക്കത്തലി ആറുമോഹനെ പരിചയപ്പെടുന്ന അറം പറ്റുന്ന വാർദ്ധക്യം എന്ന് പറഞ്ഞിട്ട് ആറുമോഹൻ ഒരു ലേഖനം കൊടുങ്ങല്ലൂരാണ് എഡിറ്റർ അന്ന് വന്ന് അറം പറ്റുന്ന വാർദ്ധക്യം എന്നല്ലേ ആ ടൈറ്റിലെ കവിത ഭയങ്കരമായിട്ട് നമുക്ക് അന്ന് ആസ്വദിച്ച ഓർമ്മയുണ്ട്. ഒരു ദിവസം ഈ ടൗൺ ഹാളിൽ CCC കോളേജിൻ്റെ ഒരു വാർഷികം നടന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അവിടെ നിന്ന് നോക്കുമ്പം ഈ മോനേട്ടൻ ഇവിടെ 2 സ്റ്റൂൾ ഇട്ടിട്ട് ഒരു നോട്ട്ബുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ വേറെ ആൾ പറയാണ്, ഇതാണ് CCC കോളേജിൻ്റെ പ്രിൻസിപ്പാൾ. അതേപോലെ പറയുന്നില്ല മോനേട്ടൻ്റെ അനാർക്കി കാലം. അപ്പം നമ്മൾ ഈ അനാർക്കികളെ അടുത്ത് കണ്ടതുകൊണ്ട് ഒരുപാട് അനാർക്കികളെ സുരാസു, അതേപോലെ എൻ്റെ തന്നെ ഫാദറിലോയ അമീത് മണ്ണിശ്ശേരി, ഒരുപാട് അനാർക്കികളെ നമുക്ക് ഈ ട്രാൻസ്ഫോമറിന് ഷോക്ക് അടിക്കുക എന്ന് പറയും. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിന് ഷോക്ക് അടിച്ചതുകൊണ്ട് നമുക്ക് പിന്നീട് വളരെ ചെറിയ പലതരം അനാർക്കികളെ ഞാനിപ്പോൾ അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിച്ചു. ഈ ജോയേട്ടൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഔപചാരികത ഈ ചടങ്ങിന്. ഇപ്പോൾ ഇവിടുന്ന് മധുമാഷ് ഉണ്ടെങ്കിൽ ഇപ്പം കൂവല് വന്നേനെ, മധുമാഷ് കൂവിയേനെ ഇപ്പം ഉണ്ടെങ്കിൽ സത്യത്തിൽ. ഇപ്പോൾ മധുമാഷ് ഇതേപോലെ മധുമാഷെ കാണുന്നു, ഒരുപാട് മനുഷ്യരെ. പിന്നെ അവിടെ ബോധി ബുക്സിലേക്ക് വരുന്ന എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ ബോധി ബുക്സിൽ നിന്ന് അവിടെ നമ്മൾ വൈകുന്നേരം പോകുമ്പം അവിടേക്ക് സന്ദർശകരായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒക്കെ ജോയേട്ടനെ കാണാൻ വരുന്ന ആളുകൾ. അപ്പോൾ അത് ഞാൻ ചോദിക്കുന്നത് എന്താണ് സത്യത്തിൽ അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ, നമുക്ക് ഒന്ന് സൗഹൃദത്തിൻ്റെ വില. ഇവരൊക്കെ തമ്മിൽ ഭയങ്കരമായ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളുണ്ട്. ഈ ടൗൺ ഹാളിൻ്റെ മുറ്റത്ത് നിന്നിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തു സച്ചിദാനന്ദന്. സച്ചിദാനന്ദൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ സോമൻ മാഷ് ചെന്നിട്ട് സച്ചിദാനന്ദനോട് ചോദിച്ചു, മാഷെ വൈകുന്നേരം നമ്മൾ കാണൂലെന്ന് ചോദിച്ചു. ഈ ഷൗക്കത്ത് അലി ബാക്കിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, അപ്പോൾ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളോ? അപ്പോൾ ഈ ടൗൺ ഹാൾ അങ്ങനെ മറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ കവിതകളെ പറ്റി എനിക്കൊന്നും പറയാൻ അറിയില്ല, പക്ഷേ മോഹനമാഷെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് ഓർമ്മകൾ തന്ന ഈ പുസ്തകത്തിനും ഇവിടെ വന്നതിന് ജോയേട്ടൻ പറഞ്ഞ കാര്യം, നിങ്ങളെല്ലാവരും ആറുമോഹനോട്ടുള്ള സ്നേഹം കൊണ്ടാണ് ഇവിടെ വന്നത്. മോഹനേട്ടൻ ഇനിയും ഞാനൊരു പുസ്തകത്തിൻ്റെ പണി ഏൽപ്പിച്ചിട്ട് 1 കൊല്ലമറ്റായി. ആ പുസ്തകം എഴുതി കിട്ടാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നത് വാസുദേവൻ സാറാണ്. ഉണ്ണിമാഷെ എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ തന്നെ ഇപ്പോൾ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് മാറ്റും എല്ലാം പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അവരുടെ എല്ലാവരുടെയും ഗുരുനാഥൻ കൂടിയാണ് ഉണ്ണിമാഷ്. സംസാരിക്കാൻ ഞാൻ സുഹൃത്തുക്കളെ, ഇങ്ങനൊരു പ്രൗഢമായ സദസ്സിൽ അപൂർവ വ്യക്തികളുടെ ഒരു സദസ്സിൽ എനിക്ക് സംസാരിക്കാനുള്ളത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. പ്രസംഗം ഇന്ന് ഞാൻ അവസാനിപ്പിച്ച ഒരു എക്സസൈസാണ്, എനിക്കറിയില്ല. നേരെ മറിച്ച് ഒരു കവിതാ സമാഹാരം ഇവിടെ പ്രസിദ്ധീകരിക്കുന്നു, പ്രകാശിപ്പിക്കുന്നതെന്ന് അറിയുമ്പോൾ അത് ഒരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കവിത ഇല്ലാത്തൊരു സമൂഹം എന്ന് പറഞ്ഞാൽ മരിച്ച സമൂഹം എന്നാണ് അർത്ഥമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ കവിതകൾ ഞാൻ ചിലരെ വായിക്കാൻ കഴിഞ്ഞില്ല. ഇന്നാണ് കിട്ടിയത്. ചിലരെ വായിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ ആ വായിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ എഴുതിക്കൊണ്ടൊരു കാര്യമുണ്ട്, സമയം അധികം പോകാമെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ മുമ്പ് അവതരിപ്പിക്കാം വിചാരിക്കുന്നു. കവിതയെ പറ്റിയുള്ള ചില പൊതു നിരീക്ഷണങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓരോ കാര്യങ്ങളും ഒരുപക്ഷെ പഴയ ഭാഷയിൽ പറഞ്ഞ ആലോചനാമൃതമായിരിക്കാം, അല്ലാതായിരിക്കാം, സ്വയം തീരുമാനിക്കുക. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, കവിത ഒരു ഒളിത്താവളമാണ്. പ്രതീക്ഷയുടെയും പ്രതിഷേധത്തിൻ്റെയും അവയ്ക്കിടയിൽ ഉഴലുന്ന സുഖദുഃഖങ്ങളുടെയും ഒളിത്താവളം, അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പ്. കവിത
പരസ്പര ബന്ധമില്ലാത്തവയെ ബന്ധിപ്പിക്കുന്നു. അതാണ് ആ കല. ഷേക്സ്പിയറുടെ വാക്കുകൾ ഒന്ന് മാറ്റിപ്പറഞ്ഞ് പിച്ചും പേയും പറയുന്നവനും കവിയും കാമുകനും അയൽവാസികളാണ്. ചന്ദ്രനോടൊക്കും മുഖം എന്ന് കവിഭാവന. പെട്ടെന്നൊരു ബന്ധവും കാണാൻ നമുക്ക് കഴിയുകയില്ലല്ലോ. വെറും 2 വാക്ക് അതുമായി അത് ഒന്നിച്ചു വരുമ്പോൾ അവിടെ ഒരു കവിത പിറക്കുന്നു. ഇനിയും ഒരു കാര്യം, വെളുത്ത ഇരുട്ട് എന്ന് അന്ന അഹ്മറ്റോയെ പറ്റിയുള്ള കവിതയിൽ പ്രസിദ്ധ കവി KGS പറയുന്നു. വെളുത്ത ഇരുട്ട് എന്നുള്ളത് വെളുപ്പം നമുക്കറിയാം, ഇരുട്ട് അറിയാം. അതെങ്ങനെയാണ് ഇരുട്ട് വെളുത്തതാവുന്നത്? അവിടെയാണ് കവിത ജന്മം കൊള്ളുന്നത്. മഞ്ഞുകാലത്ത് മോസ്കോവിനെ പറ്റിയാണ് പറയുന്നത്, വെളുത്ത ഇരുട്ട് എന്ന്. പിന്നെ എനിക്കൊന്ന് ഓർമ്മ വന്നത് ഇംഗ്ലീഷ് നോവലിലാണ്. പിന്നെ ഒരു ആഖ്യാനത്തിൻ്റെ നടുക്ക് നോവലിസ്റ്റ് പറയാണ്, കാട്ടിൻ്റെ നടുവിലാണ് ഒറ്റയ്ക്ക്, ഗ്രീൻ സോളിറ്റ്യൂഡ്, ഹരിതമായ ഏകാന്തത എന്ന് പറയുമ്പോൾ അത് നോവലല്ല, അതൊരു കവിതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വേറൊരു വസ്തുത ഇതാണ്, ശാസ്ത്രവും കവിതയും പ്രത്യക്ഷത്തിൽ നപ്പുറമുള്ള ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആറ്റവും സൗരയുധവുമായുള്ള ബന്ധം സാദൃശ്യം ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂക്ലിയസ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്ന് പറഞ്ഞ് നമ്മൾ ആറ്റമെന്ന് പറയുമ്പോൾ സൂര്യനും മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളെയും പറ്റി സൗരയുധത്തിൽ ഓർമ്മ വരുന്നത് ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ, അങ്ങനെ ഒരു കവിയെപ്പറ്റി ഈ സദസ്സിന് അറിയുമെന്ന് എനിക്കറിയില്ല. ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ അല്ലെങ്കിൽ KK രാജയുടെ, പറയാൻ പറ്റില്ല, ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ അല്ലെങ്കിൽ KK രാജയുടെ ഈ കവിത, ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നത്, അതെ, ആ കവിതയിൽ പഴയ കവി പറയുന്നത് ശ്രീകൃഷ്ണനും ഗോപികമാരുമൊത്തുള്ള രാസനൃത്തം ആണവഘടനയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. അതൊരു 70 കൊല്ലം മുമ്പ് എഴുതിയൊരു കവിതയായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. കെട്ടുന്നതിനെ കുറിച്ച് പറയുന്നത് അത് വാക്കിൻ്റെ വായ മൂടിക്കെട്ടുന്നു എന്നാവുമ്പോൾ അവിടെ കവിത വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്, വാക്കിൻ്റെ വായ മൂടിക്കെട്ടുന്നു. അപ്പോൾ വായ മൂടിക്കെട്ടുന്നത് നമുക്കറിയാം, വാക്കും നമുക്കറിയാം. പക്ഷെ രണ്ടും കൂടി ഒത്തുവരുമ്പോൾ പറഞ്ഞ പോലെ അവിടെ ഒരു കവിതയുടെ പ്രസരിപ്പ് നമുക്ക് കാണാവുന്നതാണ്. അവിടെ കവിത ജനിക്കുന്നു. പിന്നെ ചന്ദ്രിക എന്നുള്ള ആ കവിതയിൽ ചന്ദ്രിക ഗമനം ഒക്കെയുള്ളത് ഏതോ കാൽപ്പനിക കാലത്തിൻ്റെ അവശിഷ്ടമാണ് എന്ന് ഇക്കാലത്ത് ചിലരെങ്കിലും പറഞ്ഞെന്ന് വരും. ആ ചന്ദ്രികയെ കൊണ്ടുവന്ന കവിതയിൽ വേറൊരു കോണിൽ നിന്ന് കാണുകയാണ് കവി. അദ്ദേഹം പറയുന്നത് ചന്ദ്രിക പുകമൂടിയ അടുക്കളയാകുന്നു. ആ കവിതയുടെ സ്വഭാവം അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുകമൂടിയ അടുക്കളയാണ് ചന്ദ്രിക. പ്രത്യക്ഷത്തിലൊരു ബന്ധമില്ല, പക്ഷേ അതിനെ എന്താ പറയുന്നത്, പിന്നെ റൊമാൻറ്റിസൈസ് ചെയ്യുകയാണ്. അതിൻ്റെ കാൽപ്പനികത്വത്തിനെ പുറത്തു തള്ളി ഒരു സത്യത്തിനെ ഉയർത്തിപ്പിടിക്കുകയാണ് അവർ വളരെ ലളിതമായ വരികൾ കൊണ്ട് അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മീതെ കവിത ജനിക്കുന്നു. ചെരുപ്പും സിഗരറ്റും കുറ്റിയും കവിതയാകുന്നു. ഇതാണ് കാൽപ്പനികതയുടെ മറ്റൊരു വശം. ചെരുപ്പിനും സിഗരറ്റ് കുറ്റിക്കും കവിതയിലെ സ്ഥാനമെന്ന് പണ്ടാരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചെഴുതുകയാണ് ഈ കവിതയിൽ ചെയ്യുന്നത്. സിഗരറ്റ് കുറ്റിയും കവിതയാകുന്നു. മറ്റൊരു കാര്യം കൂട്ടത്തിൽ പറയട്ടെ, ഈ പോയത്തിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരികയാണ്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരുപോലെ പ്രീതിപ്പെടുത്തുന്ന ഒരു കലയുണ്ട് എന്ന് മേരു രാധാകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്.
ഇപ്പോൾ ഒരു ക്വിസ് പ്രോഗ്രാമാണെന്ന് ഇവരോട് ചോദിക്കും അതെന്താണ് കഥ എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഈ കാര്യം എന്നുള്ളത്. പിന്നെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രീതി തരുന്ന ഒരു കല, അതാണ് പാചക കല എന്നാണ് അദ്ദേഹം പ്രസ്താവിക്കുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അങ്ങനത്തെ ഒരു സംശയമാണ്. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രീതി വരുന്ന ഒരു കലയാണ് പാചക കല. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഇതിനൊക്കെ പ്രീതി വരുന്ന ഒരു കലയാണ് പാചകകല എന്ന് വേദിയിൽ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയുണ്ട്. അതെ, ഇന്നത്തെ ലോകത്ത് കവിതയും സംസ്കാരവും ചരിത്രവും വികസനവും പരസ്യ പലകളാണ്. എന്നാൽ കവിത ഒരു നോട്ടത്തിൽ സമൂഹത്തിൻ്റെ രഹസ്യമാണ്, ആഭരണം. ചില കവിതകളെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ. എന്നാൽ നമ്മുടെ ചിന്താമണ്ഡലത്തെ ചടുലമാക്കാൻ ഈ സമാഹാരത്തിന് ആകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മാനാഞ്ചിറയിലെ ഇളങ്കാറ്റ് വെട്ടി ആളിപ്പടർന്ന കനലുകളാണ് ഇവയൊക്കെ എന്ന് ജോയ്മാത്യുവിനറിയാം. നമുക്കും ഈ ഒരു വെളിപാടായിത്തീരുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും നന്ദി. ശ്രീ OP സുരേഷ്, കവി OP സുരേഷ്. ഒരു കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങ്, അതിൽ സംസാരിച്ച ആളുകൾ മുഴുവൻ കവിതകളെക്കാൾ ഏറെ കവിയുടെ ജീവിതം പറയുന്ന ഒരപൂർവതയായി മാറുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർമോഹൻ എന്ന 7 പതിറ്റാണ്ടിലേറെ കാലം കോഴിക്കോട് നഗരത്തിൽ സാഹിത്യ സാംസ്കാരിക രംഗത്ത് സജീവമായി ജീവിച്ച, സക്രിയമായി ഇടപെട്ട ഒരു മനുഷ്യൻ്റെ ആകമൊത്തം സാഹിത്യ സംഭാവനകൾ സമാഹരിച്ച് ഒരു പുസ്തകമായി വരുന്ന സമയത്ത് തീർച്ചയായും ആ കവിതകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആത്മഭാഷണങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറിപ്പുകളെക്കുറിച്ച്, അതിൻ്റെ വൈവിധ്യമാർന്ന ഒരുപാട് മാനങ്ങളെക്കുറിച്ചൊക്കെ വളരെ സ്വാഭാവികമായും ചർച്ചകൾ ഉണ്ടാവേണ്ടതാണ്, പ്രഭാഷണങ്ങൾ ഊന്നേണ്ടതാണ്. പക്ഷേ ആർ മോഹൻ എന്ന, ഞങ്ങളൊക്കെ മോഹനേട്ടൻ, പലരും മോഹനൻ മാഷ് എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹം ജീവിച്ച ജീവിതത്തെയും അതിൻ്റെ പരിസരത്തെയും അതിലെ കൗതുകങ്ങളെയും ഒക്കെയാണ് നമ്മൾ അധികമായി സംസാരിക്കുന്നത്. അങ്ങനെ കവിഞ്ഞു നിൽക്കുന്ന, കവിതയെയും കവിഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം സ്വന്തമായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു ചടങ്ങിൻ്റെ, ആർ മോഹൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒക്കെ വളരെ ഗംഭീരമായ ഒരു സവിശേഷത എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു പുസ്തകം, ഉറുമ്പുകൾക്ക് ഒളിത്താവളങ്ങൾ വേണ്ട എന്ന ഈ ഒരു പുസ്തകം യഥാർത്ഥത്തിൽ ആർ മോഹനിൻ്റെ ഒരു പുസ്തകമല്ല. ഇതിൻ്റെ കവറിൽ ആർ മോഹനാണ്, പക്ഷെ ഇത് കഴിഞ്ഞ് ഇന്നർ കവറിൽ തുറക്കുമ്പോൾ അവിടെ മധുമാഷാണുള്ളത്. മധുമാഷ് ആണ് ഇന്നർ കവർ. ബാക്ക് ഇന്നർ കവറിൽ ജയചന്ദ്രനാണ് ഉള്ളത്. പുറം കവറിൽ കിടക്കുന്നത് എ അയ്യപ്പൻ, എ നന്ദകുമാർ, എ സോമൻ, കൽപ്പറ്റ നാരായണൻ, ജോയ് മാത്യു, OK ജോണി, ഐ രാജൻ, KN ഷാജി തുടങ്ങിയിട്ടുള്ള ആളുകൾ പുറം കവറിൽ വരുന്നുണ്ട്. കവിതയിലാണെങ്കിൽ T ഗുഹൻ, എ അയ്യപ്പൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു പുസ്തകം ഒരാളുടെ കൃതിയല്ലാതെ ഒരുപാട് ആളുകളുടെ സാംസ്കാരിക സംഭാവനകളുടെ, ഓർമ്മകളുടെ ഒക്കെ സമാഹാരമായി മാറുന്ന ഒരനുഭവം കൂടി ഈ ഒരു പുസ്തകം നമ്മൾക്ക് സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഒരു ആകസ്മികതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു മനുഷ്യൻ ജീവിച്ച ജീവിതത്തിൻ്റെ വഴികൾ അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ സാരം എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ അതിനെ തീർത്തും അർത്ഥവത്താക്കുന്ന വിധത്തിലുള്ള ഒരു പുസ്തക ക്രമീകരണമാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സാധാരണഗതിയിൽ കവിതയെക്കുറിച്ച് പറയാറുണ്ട്,
കവിത വായിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കലാവസ്തു അല്ല കവിത, അത് എഴുതാനുള്ളത് കൂടിയാണ് പലർക്കും. കവിത ആവുന്നുണ്ടോ, അതിന് വായനക്കാരുണ്ടോ, അവർ കവിയാവുന്നുണ്ടോ എന്നുള്ളതൊന്നുമല്ല. പക്ഷേ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നോവുകളെ, തങ്ങളോട് തന്നെയുള്ള നിലവിളികളെ ഒക്കെ ഒരാൾക്ക് ആവിഷ്കരിക്കാനുള്ള ഏറ്റവും സ്വകാര്യമായ ഭാഷയും രീതിയുമാണ് യഥാർത്ഥത്തിൽ കവിതയുടേത് എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ണിമാഷ് പറഞ്ഞു, സമൂഹത്തിൻ്റെ രഹസ്യമാണ് കവിത എന്ന് പറഞ്ഞു. സമൂഹത്തിൻ്റെ രഹസ്യം എന്നതോടൊപ്പം അത് ഓരോരോ മനുഷ്യൻ്റെയും രഹസ്യത്തെ ഗൂഢഭാഷയിൽ പരാവർത്തനം ചെയ്യുന്ന ഒന്നാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആർമോഹൻ്റെ കവിതയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അത് എഴുതാനുള്ളതുമല്ല, ഒരുപക്ഷെ കവിത എഴുതാതിരിക്കാനുമുള്ളതാണ് കവിത എന്ന ഒരു സിദ്ധാന്തം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കവിത നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ആദ്യത്തെ പുസ്തകം ഒരുപക്ഷെ അദ്ദേഹത്തിന് എത്രയോ കാലം മുമ്പ് എഴുതാമായിരുന്നു. അതിനുള്ള കവിതകൾ ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്ത് സമാഹരിച്ചിരിക്കുന്ന കവിതകൾ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കവിതകളല്ല. തീർച്ചയായും ഒരുപാട് നല്ല കവിതകൾ മോഹനേട്ടൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും, എഴുതിയിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും. ഒരുപാട് നല്ല കവിതകൾ അദ്ദേഹം എഴുതാതെ പോയിട്ടുണ്ടാകും. ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുഴയുന്ന നാവ് കൊണ്ട് കള്ളം പറയാൻ ആവില്ല എന്ന് പറയുന്നു. കുഴയുന്ന കൈകൾ കൊണ്ട് എഴുതാൻ അറിയില്ല എന്നുള്ളതല്ല, എഴുതാനാവില്ല എന്നുള്ളതല്ല, കുഴയുന്ന നാവ് കൊണ്ട് കള്ളം പറയാനാവില്ല എന്നാണ്. അങ്ങനെ കള്ളം പറയാൻ അറിയാത്തത് കൊണ്ട്, കോംപ്രമൈസ് ചെയ്യാനാവാത്തത് കൊണ്ട്, ഒരു ആളോട് ഒത്തുതീർപ്പാവാനാവാത്തത് കൊണ്ട്, രാജിയാവാനാവാത്തത് കൊണ്ട് സംഭവിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ആർമോഹന്റെ ആദ്യ പുസ്തകം എന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെ ഇറങ്ങേണ്ട പുസ്തകമാണ്. ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങാം. പ്രസാധകർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ ശിഷ്യരോ അനുഭാവികളോ ഒക്കെ, അങ്ങനെ പറയാം, ഒരു അനുഭാവി വൃന്ദമുള്ള നേതാവ് കൂടിയാണ് മോഹനേട്ടൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് എഴുത്തുകാർ. എല്ലാവരും അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ഹൃദയത്തിൻ്റെ അയൽക്കാരായിട്ടുള്ള ആളുകളാണ്. എന്നിട്ടും അദ്ദേഹം അത് എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്നുള്ളത് ഇതിനുള്ളൊരു ഉത്തരം ഇതിലുള്ള ഒരു കുറിപ്പിൽ ഐ രാജൻ എഴുതുന്നുണ്ട്. അദ്ദേഹം ഈ ഇപ്പോഴത്തെ കവികൾ ഓണപ്പതിപ്പിലോ അല്ലെങ്കിൽ വാരികകളിലെ ഒക്കെ ക്യൂ നിൽക്കുന്ന വാരിക കവികളും വാരാന്ത കവികളും വാർഷിക കവികളും ഒക്കെയാണ്. അതായിരുന്നില്ല ആർമോഹൻ എന്നാണ് അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കാര്യം. അങ്ങനെ ഉണ്ടാവാം, അങ്ങനെയുള്ള ഒരു കവിയല്ല എന്നുണ്ടാവും. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് നേരത്തെ നൗഷാദ് പറഞ്ഞ പോലെ എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലത്ത്, അത് 87-ലാണ്, 1987 നമ്മളെ കൊളത്തറയിൽ വെച്ച് നടക്കുന്ന, അവിടുത്തെ രാത്രി അവിടെ എന്തോ ഒരു സാംസ്കാരിക പരിപാടി നടക്കുകയാണ്. അപ്പം അന്നൊക്കെ സാംസ്കാരിക പരിപാടി എന്തോ നിർബന്ധമായി അറ്റൻഡ് ചെയ്യേണ്ട പരിപാടിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഫാറൂഖ് കോളേജിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കുട്ടികൾ എല്ലാവരും കൂടി വന്ന് നിൽക്കുക. അപ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ രണ്ടുപേരെ ആദ്യമായിട്ട് കാണുന്നത്. ഈ വേദിയിലുള്ള രണ്ടുപേര്, ഒന്ന് ആർമോഹനും മറ്റൊന്ന് VP ഷൗക്കത്തലിയും. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് കൽപ്പറ്റത്തിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പിൽ കൽപ്പറ്റ പറയുന്നുണ്ട്, എൻ്റെ അനുസ്മരണ കുറിപ്പ് എഴുതുന്നതിന് മുമ്പ് എൻ്റെ അനുസ്മരണ കുറിപ്പ് ആർമോഹൻ എഴുതുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷെ വിധിവൈപരീത്യമാകാം, ഇപ്പോഴെനിക്ക് ആർമോഹന്റെ കുറിപ്പ് എഴുതേണ്ടി വന്നു എന്ന മട്ടിൽ എഴുതുന്നുണ്ട്. അതായത് ഇതിലെഴുതിയ ഈ ഒരു കുറിപ്പിന് അദ്ദേഹം അനുസ്മരണ കുറിപ്പ് എന്ന രീതിയിലാണ് കാണുന്നത്. കാരണം നമ്മളെല്ലാവരും അനുസ്മരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആർമോഹന്റെ ജീവിതം, ആ കാലം, കൂടെ ജീവിച്ച ആളുകൾ. സ്വാഭാവികമായി ജീവിതം തന്നെ കവിതയായി മാറുമ്പോൾ, സാംസ്കാരിക പ്രവർത്തനമായി മാറുമ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. മരണത്തിന് ശേഷം മാത്രമൊന്നുമല്ല നമ്മൾ ആളുകളെ അനുസ്മരിക്കുക. നമ്മുടെ ഒരു തെറ്റായ ശീലം കൊണ്ട് സംഭവിച്ചു പോകുന്നതായിരിക്കും. ജീവിക്കുന്ന ആളുകളെ, ജീവിത സന്ദർഭങ്ങളെയൊക്കെ അനുസ്മരിക്കേണ്ടി വരുന്ന ചില അനിവാര്യതകൾ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും ഒക്കെ സംഭവിക്കും. അപ്പോൾ അത്തരമൊരു അനിവാര്യത ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു സാംസ്കാരിക പരിപാടിയിൽ വെച്ച് വലിയ ഉച്ചത്തിൽ ഭൂതപ്പാട്ട് എന്നുള്ള കവിത പാടുന്ന ഒരാളാണ്. ഞാൻ ഭൂതപ്പാട്ട് വായിച്ചിട്ടുണ്ട് ഇടശ്ശേരിയിലെ. ഞാൻ ഭൂതപ്പാട്ട് അത്യാവശ്യം നന്നായിട്ട് ചൊല്ലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പലരും ചൊല്ലുന്നത് കേട്ടുന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ
ഞാൻ ആർ മോഹൻ ഭൂതപ്പാട്ട് ചൊല്ലുന്നത് പോലെ ഭൂതപ്പാട്ട് ചൊല്ലുന്ന ഒരാളെയും കണ്ടിട്ടില്ല. ഞാൻ പല ആളുകളെ കൊണ്ടും ഭൂതപ്പാട്ട് ചൊല്ലിച്ചു, പക്ഷെ നടന്നിട്ടില്ല. അതെങ്ങനെയാണ് അങ്ങനെ ഉണ്ടാവുന്നത്? ഇപ്പം ചില ഷെഫുമാരുടെ, അതും ഈ രസക്കൂട്ടുകളെ പറ്റി ഉണ്ണിമാഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞ കവിതയിലെ ഈ ചൊല്ലലിൻ്റെ ഒരു രസക്കൂട്ടുണ്ട്. അത് ആർമോഹൻ്റെ ആ രസക്കൂട്ട് അതിനകത്ത് കാണും. ആ ചൊല്ലലിൽ ചൂട്ടുമിന്നിച്ച് വരുന്ന ഈ ഇവരെ നമുക്ക് കാണാം, ഭൂതത്തെ നമുക്ക് കാണാം. നമുക്ക് എൻ്റെ സാന്നിധ്യം അറിയാം. മിന്നുന്ന ചൂട്ടിൻ്റെ വെളിച്ചം ഈ ചൊല്ലലിൻ്റെ ഒച്ചയിൽ ഇങ്ങനെ തെളിയുന്നത് നമുക്ക് കാണാം. കേട്ടിട്ടില്ലേ എന്ന് അദ്ദേഹം ആർത്തു വിളിക്കുന്ന സമയത്ത് അത് ഒരു ഗാനത്തിൻ്റെ ആലാപനം അല്ലെങ്കിൽ കവിതയുടെ ആലാപനമല്ല, പക്ഷെ കുഞ്ഞിന് നഷ്ടപ്പെട്ട ഒരമ്മയുടെ നിലവിളി. പൊത്തിൽ നിന്നപ്പോൾ പുറത്തു നീഴും നത്തുകൾ എന്തെന്തെന്ന് അന്വേഷിച്ചു എന്ന് എല്ലാവരും ജാഗരൂകമായ ഒരു സമയത്തിൻ്റെ ആ ഒരു സമയത്തിലേക്ക് നീട്ടിയെറിയുന്ന ഒരു വലിയ വിളിയായിട്ടാണ്, ഒരു നിലവിളിയായിട്ടാണ് അദ്ദേഹം ഈ കവിത ആലപിക്കാറുള്ളത്. ആ കവിത മാത്രമല്ല, അങ്ങനെ ഞാൻ പരിചയിച്ച എല്ലാ മേഖലകളിലും താൻ ചെയ്യുന്ന കാര്യങ്ങൾ തൻ്റേത് മാത്രമായ രീതിയിൽ ചെയ്യുന്ന ഒരാളെ ഞാൻ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ഏതാണ്ട് ഒരുപാട് സ്ഥലത്ത് ഒരുമിച്ച് പല മേഖലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. നാഷണൽ കോളേജിൽ ഏതാണ്ട് തൊട്ടടുത്തടുത്ത് ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് നടക്കാവിൽ. അതിനുശേഷം പിന്നെ ദേശാഭിമാനിയിൽ ദീർഘകാലം 10 വർഷക്കാലം ഞാൻ മോഹനേട്ടന് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ വാരികയുടെ പ്രൂഫ് റീഡറായിട്ട് അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞാൻ സഹപ്രവർത്തകനായിരുന്നു. പിന്നെ ഒരുപാട് സാംസ്കാരിക പരിപാടികളുടെ സംഘാടനത്തിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ കവിത എഴുതുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും കവിതയുടെ ഇടവേളകളൊക്കെ കൂടുന്ന സമയത്ത് ഒരു ഫോൺ വിളിച്ച് എൻ്റെ അലസതയെ അദ്ദേഹം നിരന്തരം ശല്യപ്പെടുത്താറുണ്ട്. എന്നെ കവി എന്നുള്ള നിലയ്ക്ക് നിരന്തരം ജാഗ്രതപ്പെടുത്താറുണ്ട്. ഇനി അതൊന്നും എനിക്ക് മാത്രം നൽകുന്ന ഒരു പ്രത്യേക പരിഗണന അല്ല എന്ന് ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് അദ്ദേഹം ഒരുപാട് കവികളെ, ഒരുപാട് എഴുത്തുകാരെ ഒക്കെ ഇങ്ങനെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. അത് ഒരു കാലത്തിൻ്റെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കാലത്തെ, ഇവിടെ ഇപ്പോഴില്ലാത്ത എന്നാൽ ഇനിയും ഉണ്ടാവുന്ന ഒക്കെ ഒരു കാലത്തെ, ആ ഒരു കാലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കവിതയെ നമുക്ക് ഒരു നിശ്ചിതമായ കള്ളിയിൽ ഒതുക്കാൻ പറ്റില്ല. അപ്പോൾ കവിത പറയുമ്പോൾ പലരും പറയുന്നത് പോസ്റ്റ് മോഡേൺ കവിതയാണ് ഇദ്ദേഹത്തിൻ്റേത്, മോഡേൺ കവിതയാണ് ഇദ്ദേഹത്തിൻ്റേത് എന്നൊക്കെ പറയും. പക്ഷേ കുറേ കവിതകളുണ്ട്, അതിലൊരു കള്ളിയിലും നമുക്ക് ഒതുക്കാൻ പറ്റില്ല. ചില മനുഷ്യരും അങ്ങനെ പെടും. നമുക്കൊരു നിശ്ചിതമായിട്ടുള്ള ഡെസിഗ്നേഷനിലേക്ക് ഒതുക്കാനാവാത്ത ചില മനുഷ്യരുണ്ട്. അങ്ങനെ കവിതയുടെ ജീവിതത്തിൻ്റെ ഒന്നും നിശ്ചിത കള്ളിയിൽ ഒരിക്കലും ഒതുങ്ങാൻ കൂട്ടാക്കാത്ത ഒരു മനുഷ്യൻ എഴുതിയ ജീവിതത്തെക്കുറിച്ചുള്ള നിലപാടുകൾ, കുറിപ്പുകൾ, അവധൂത മൊഴികൾ എന്നൊക്കെയുള്ള നിലയിൽ ഈ പുസ്തകം തീർച്ചയായും ഒരു നാടിൻ്റെ കവി, അങ്ങനെയും കൂടി പറയാം. പഴയകാല കോഴിക്കോടിൻ്റെ കവി കൂടിയാണ്. 70കളിലെ 80കളിലെ ഒക്കെ ഓരോ നാടിനും ആ നാടിൻ്റെ ഒരു കവിയുണ്ടാവും. ആർ മോഹൻ കോഴിക്കോടിൻ്റെ ആ കാലത്തിൻ്റെ കവിയാണെന്നുള്ളത്, അത് കോഴിക്കോടിൻ്റെ മാഞ്ഞു പോകാത്ത ഒരുപാട് മുദ്രകളാണ് യഥാർത്ഥത്തിൽ ഈ കവിതകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ അതിലെ ഒരു കവിത വായിച്ചുകൊണ്ട് മോഹനേട്ടന് ആശംസ നേരുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരിക്കും. പക്ഷേ മോഹനേട്ടൻ്റെ ആശംസകൾക്കും അനുഗ്രഹത്തിനുമായിട്ട് തലകുനിച്ചുകൊണ്ട് കവിത വായിച്ച് അവസാനിപ്പിക്കും. പ്രാണരാത്രി എന്നാണ് കവിത. കൊച്ചുമകൾക്ക് ഇനി എന്ത് ബാക്കി വെക്കണം? അവൾ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പുഞ്ചിരി വറ്റിക്കഴിഞ്ഞിരുന്നു. കൈപിടിച്ച് നടക്കാനായപ്പോൾ എൻ്റെ കൈകാലുകൾ കുഴഞ്ഞുപോയി. കൊച്ചുമകൾക്ക് ഇനി എന്ത് ബാക്കി വെക്കണം? അയൽപക്കത്തെ കുട്ടികൾ കളിച്ചുമടുത്ത ധാരാളം ചെറു കാറുകൾ അവൾക്ക് പലപ്പോഴും വീണു കിട്ടി. ചുറ്റുമതിലിൽ നിന്ന് ഈ തുറസ്സിലേക്ക് ഏത് പാഴ്വസ്തുവിനും എളുപ്പം പറന്നു വീഴാം. വളവുതിരിവുകൾ അവൾ തിരിച്ചറിഞ്ഞത് പരുപരുത്ത വീട്ടകങ്ങളിൽ നിന്ന്. വളവുതിരിവുകൾ അവൾ തിരിച്ചറിഞ്ഞത് പരുപരുത്ത വീട്ടകങ്ങളിൽ നിന്ന് പാറിപ്പറപ്പിച്ചുകൊണ്ടാണ്. സ്പീഡ് ഗിയറുകൾ മാറ്റിമറിച്ച് ചുരങ്ങളും ചുറ്റളവുകളും അവൾ തകർത്തെറിഞ്ഞത്.
ഒടുവിൽ കിട്ടിയത് ഒരു കളിത്തോക്കായിരുന്നു. തോക്കും തിരയും പകരം വയ്ക്കാൻ അന്നവർക്ക് പ്രായമായി. അടുത്ത ഫ്ലാറ്റിൽ ഇന്റർനെറ്റിൽ നിന്നായിരിക്കണം അർദ്ധരാത്രിയിൽ ആരോ നിറയൊഴിച്ച്. ഒഴുകി വന്ന ചോരപ്പുഴ എൻ്റെ കാലടികളെ മെല്ലെ മെല്ലെ തണുപ്പിച്ചു. ഇരുട്ടും ആഴവും വാത്സല്യത്തിൻ്റെ അവസാനത്തെ വിരലനക്കങ്ങൾ, നനഞ്ഞ കൺപീലികൾ. പിറ്റേന്നും പതിവു സൂര്യൻ, പകൽ പച്ചയുടെ പ്രളയഭൂമി. നന്ദി. ബൈജുരാജാണ് തുടർന്ന് സംസാരിക്കുന്നത്. ബൈജുരാജിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, മോനേട്ടൻ്റെ കവിതകളെ കുറിച്ചിട്ട് അധികമൊന്നും ആരും സംസാരിച്ചിട്ടില്ല എന്ന് പറയണ കേട്ടു. അപ്പം അത് തന്നെ ആയിക്കളയാന്ന് വിചാരിച്ചു. ആരും കാണാത്തവൻ്റെ കണ്ണുനീർ ആരും കാണാതെ വേണം തുടയ്ക്കാൻ. മോനേട്ടൻ്റെ ഒരു കവിത തുടങ്ങുന്നത് ഇങ്ങനെ: നിങ്ങളാരും കണ്ടിട്ടില്ലാത്തതും എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും അനുഭവിച്ചറിഞ്ഞ കവിതകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിനു മുമ്പ് ഇറങ്ങിയ മോനേട്ടൻ്റെ കവിതാ സംഹാരത്തിൻ്റെ പേര് ആർക്കും വേണ്ടാത്തവൻ്റെ മിശിഹാ തമ്പുരാൻ എന്നായിരിക്കണം. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കവിത, ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള കവിത നന്മ എന്ന് പേരായിട്ടുള്ളൊരു കവിത. അത് സാമാന്യം നീണ്ട ഒരു കവിതയാണ്. മോനേട്ടൻ്റെ ആരും വായിക്കാത്ത എന്നാൽ എല്ലാവരും അനുഭവിച്ചറിഞ്ഞ കവിതാ സമാഹാരത്തിലെ ഒരു നീണ്ട കവിതയുടെ പേര് നന്മ എന്നാണ്. പിന്നെയുമുണ്ട് അതിലൊരു ഒട്ടനവധി കവിതകൾ. പരക്ലേശം എന്ന പേരായ ഒരു കവിതയുണ്ട്. അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിലുപരിയായിട്ട് അവരൻ്റെ കാര്യങ്ങളിലേക്ക് കണ്ണു ചെന്ന് എത്തിക്കുന്നവനാണ് കവി എന്നാണ് മോനേട്ടൻ ആ കവിതയിൽ എഴുതിയിട്ടുള്ളത്. പിന്നെയുമുണ്ട് ഒരുപാട് കവിതകൾ. വിഷമിക്കുന്നവൻ്റെ കൂടെ നിൽക്കണം, ഇത് മറ്റൊരു കവിതയാണ്. ഞാനീ പറഞ്ഞു വന്നത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് മോനേട്ടനായിട്ടുള്ള നിത്യസമ്പർക്കത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ എഴുതാത്ത കവിതകളെല്ലാം ഞാനിവിടെ പറയുന്നത്. നമ്മുടെ വേണുവേട്ടൻ, വേണു നായർ എന്ന് വിളിക്കുന്ന കോഴിക്കോട്ടുകാർക്ക് പരിചിതനായിട്ടുള്ള, ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്ത വേണുവേട്ടൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് മോനേട്ടൻ്റെ ഒരു കണ്ടെത്തലുണ്ടായി. സഞ്ജയ് ഇവിടെ എവിടെയുണ്ട്, സഞ്ജയ് ആണ് അതിൻ്റെ ഒരു ചെയ്തയാൾ. വേണുവേട്ടൻ ആശുപത്രി കിടക്കയിൽ ആകെ വിസർജനത്തിൽ ഇങ്ങനെ ഇതായി കിടക്കുക. ഈ പറഞ്ഞ സഞ്ജയ് ആണ് പോയിട്ട് വേണുവേട്ടൻ്റെ കഴുകുന്നത് വൃത്തിയാക്കുന്നത് എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മോനേട്ടൻ്റെ ഒരു കൊച്ചു പരാമർശം: നമ്മളാരും എഴുതുന്നതൊന്നും അല്ലടാ കവിത, ഇതാ നോക്ക്, അതാണ് കവിത. ഇതാണ് മോനേട്ടൻ്റെ കവിതാ സങ്കല്പവും ജീവിത സങ്കല്പവും. ഇതിലപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എനിക്ക്. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. ശ്രീ കെ എ തോമസ്. പ്രിയപ്പെട്ടവരെ, 4 പതിറ്റാണ്ടിലേറെയായി പരിചയമുള്ള ഹർമോഹൻ്റെ ഒരു കവിത സമാഹാരം ഇതേപോലെ നേരത്തെ സംഭവിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇപ്പോഴെങ്കിലും അതങ്ങനെ നമുക്ക് കിട്ടി എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമാണ്. അതിന് മുൻകൈ എടുത്ത പുസ്തകപ്രസാദ സംഘത്തെയും ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന സംഗീത ശ്രീ ജോസിയെയും അതേപോലെ ഐരാജനെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എനിക്ക് കവിതകളെ പറ്റി ഒന്ന് സംസാരിക്കും. നേരത്തെ OP പറഞ്ഞതുപോലെ കവിതകളെക്കാളും ഒരു കവിത തന്നെയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന
ശ്രീ ആർ മോഹനെയാണ് നമുക്ക് പരിചയം. ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനും പല കാര്യങ്ങളിലൊക്കെ ഒന്നിച്ച് നമുക്ക് സഹകരിക്കാനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം ഞങ്ങൾ ഈ കോളേജ് മാഗസിനുകൾ അത് വിലയിരുത്തുന്ന ഒരു പണി കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ, കോളേജ് വിദ്യാർത്ഥികൾക്കുണ്ടാവേണ്ട നിലപാടുകളെ പറ്റിയൊക്കെ അദ്ദേഹം വളരെ ദീർഘമായി സംസാരിക്കുകയും അതേപറ്റി ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് ഇത്രയും അതിൻ്റെ മുഴുവൻ ഗൗരവത്തിലും മുഴുവൻ മനോഹാരിതയിലും ആരംഭിക്കുന്ന ഒരാൾ ആർ മോഹനാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ആർ മോഹനെ പറ്റി പറയാനുള്ളത്. ആർ മോഹൻ ഇനിയും കവിതകൾ എഴുതട്ടെ. പിന്നെ ഇങ്ങനെ ഇത് അധികം ഇങ്ങനെ മുന്നോട്ട് വന്ന് ഇടിച്ചു കയറി ഒരു വലിയ സാംസ്കാരിക പ്രവർത്തകനാണ് എന്ന് ഭാവിക്കാനുള്ള ഒരു താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ധാരയിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ധാരയിൽ തന്നെ ഒഴുകി അദ്ദേഹം ജീവിച്ചു പോകട്ടെ എന്നുള്ളത് തന്നെയാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. എല്ലാവരും ഈ പുസ്തകങ്ങൾ വാങ്ങണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷം. ഒന്നാമതായി ഞാൻ അർഹിക്കുന്നതിലേറെ ഞാൻ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷം. വലിയ വലിയ ആളുകളാണ് ഇരിക്കുന്നത്, സ്റ്റേജിലിരിക്കുന്നതും അങ്ങനെയുള്ള പ്രശസ്ത വ്യക്തിത്വങ്ങളാണ്. എനിക്ക് സുപരിചിതരാണ്, ആഴമേറിയ സൗഹൃദമുള്ളവരാണ്. സൗഹൃദത്തിൽ കവിഞ്ഞ് എന്തൊക്കെയോ ഉള്ളവരാണ്. അതുകൊണ്ടൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നത് എത്ര യാദൃച്ഛികം, വളരെ യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമാണ്. 2-3 വർഷം മുമ്പേ ജോയി എന്നോട് പറയുകയും ഞാൻ ശ്രദ്ധിക്കാത്തത് എത്തിക്കാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുകയും, അല്ലെങ്കിൽ എന്നോട് പിണങ്ങിയിട്ടുണ്ടോ എന്ന് പോലും ഞാനിപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത്. പുസ്തക പ്രകാശനം അത് ജോയിയുടെ പ്രിയ സുഹൃത്തിലൂടെ, ജോസിയിലൂടെ സംഭവിച്ചു. അതിന് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത്, ത്യാഗം സഹിച്ചത് ഡോക്ടർ ഐരാജനാണ്. അദ്ദേഹത്തെ അങ്ങനെ നന്ദിയോടെ ഓർമ്മിക്കുന്നതൊന്നും ഇഷ്ടപ്പെടാത്ത, അവനവനെ ആദരിക്കുന്നതിൽ ഒട്ടും സുഖം കാണാത്ത ഒരാളാണ് ഡോക്ടർ ഐരാജൻ. അതുകൊണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും, എൻ്റെ പ്രിയ തോമസ്, ബൈജു, എല്ലാവരും ജോയി എന്നെപ്പറ്റി പറഞ്ഞവർ, ഞാൻ ജോയി എഴുതുന്നതൊക്കെ എന്നെ കാണിക്കും. ഒരു പുസ്തകം സമർപ്പിച്ചിരിക്കുന്ന എനിക്കാണ്. എൻ്റെ എഴുത്തിൻ്റെ സുരക്ഷാപദം ആർ മോഹൻ എന്നാണ് ജോയി എഴുതിയിരിക്കുന്നത്. അതിലൊക്കെ കുറച്ച് അഹങ്കരിക്കാം, പക്ഷെ എന്നാലും ഞാൻ ജോയിയെ ഓർത്ത് അഹങ്കരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയോ ഞാൻ എഴുതുന്നു, അതിൻ്റെ പിന്നിൽ വലിയ അനുഭവങ്ങളുണ്ട് എന്ന് ഓപ്പിയും ഷൊക്കത്തും ബൈജുമൊക്കെ പറയുണ്ടായി. ഉണ്ടായിരിക്കാം. അക്ഷരങ്ങൾ
വാക്കുകൾ എത്ര സംഗ്രഹിച്ച് എഴുതാൻ പാടുള്ളൂ എന്നതാണ് ഞാൻ വിദ്യാഭ്യാസത്തിൽ അഭ്യസിച്ചതും സ്വയം ഗ്രഹിച്ചതും അതാണ്. അതുകൊണ്ട് അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച് യാത്ര ചെയ്ത് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തീർച്ചയായും ഞാൻ വിനയാന്വിതനായി നിൽക്കുകയാണ്. ലഭിച്ച ജീവിതത്തിൻ്റെ സന്തോഷ നിയമങ്ങളാണ്. ചോദിക്കാതെ കിട്ടിയ ജീവിതം ഘോഷിക്കപ്പെടുകയാണ്. അതിൽ വലിയ ഒരു വാസ്തവമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചോദിക്കാതെ ലഭിച്ച ജീവിതം. എൻ്റെ പ്രിയ സുഹൃത്ത് സോമൻ എഴുതിയിട്ടുണ്ട്, ഒരു ആപ്ലിക്കേഷൻ പോലും അയക്കാതെ കിട്ടിയ ജീവിതം ഇതൊരു വലിയ കിട്ടലാണ്. ആ കിട്ടലിൻ്റെ മണിക്കൂറുകൾ കടന്നു പോവുകയാണ് എന്ന് ചിലപ്പോൾ ഇപ്പോഴാണ് വളരെ വാസ്തവികമായി തിരിച്ചറിയുന്നത്. ഒരു നിമിഷത്തിൻ്റെ സുരക്ഷിതത്വം എന്താണ്, ഒരു നിമിഷത്തിൻ്റെ സമഗ്രത എന്താണ്, കടന്നുപോയ ഒരു ഭൂതകാല സന്ദർഭത്തിൻ്റെ അവ്യക്തതകളും ആഴങ്ങളും എന്താണ് എന്നൊക്കെ സമചിത്തതയോടുകൂടി തിരിച്ചറിയാൻ ഈ സായാഹ്നം, ഈ ജീവിത സായാഹ്നം അവസരം തന്നിരിക്കുന്നു എന്നതാണ് നാം ഈ കൂടിച്ചേരുന്ന ഈ സന്ദർഭത്തിൽ വ്യക്തിപരമായി എൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന് ഗാഢമായി ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തീർച്ചയായും പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളോട് സത്യസന്ധമായി പറയാനുള്ളത്. ഉറുമ്പിന് വഴിമാറി ഒരു പൂ പോലും എറുത്തില്ല എന്ന ആ വരികൾ എഴുതി കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു, ഞാനാണോ ഈ വരി എഴുതിയത്? അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ അതിവിനയത്തിൻ്റെ വിപ്ലവാത്മകതയല്ല കേട്ടോ ഞാൻ പറയുന്നു. അതിവിനയം രോഗാതുരമാണ്, അതല്ല. വിനയത്തിനപ്പുറത്ത് ഒരു അടുത്തു നിൽക്കൽ ഉണ്ട് നമുക്കപ്പുറത്തുള്ളതിനോടെല്ലാം. അതൊരു അറിയലാണ്, അവനവൻ്റെ ബാധ്യതയാണ്, മനുഷ്യൻ എന്നുള്ള നിലയിൽ നിറവേറ്റപ്പെടേണ്ട ഒരു അസാധാരണത്വമാണ് എന്ന് സായാഹ്ന വേളകളിലെങ്കിലും നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ അഹന്തകളുടെ കൊടിപ്പടം ഒരിക്കൽ വീഴും. നമ്മുടെ അനിഷേധ്യത നിശബ്ദമാക്കപ്പെടും. ഞാൻ എന്ന ആത്മബോധം ഒന്നുമല്ലാത്ത ഒരു നിശബ്ദതയിൽ കലാശിക്കും. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഒരു തിരിച്ചറിവ് എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നാം എഴുതി അല്ലെങ്കിൽ ഒരുപാട് എഴുതി ആരായിത്തീർന്നുവെങ്കിലും, എത്ര പ്രശസ്തരായിത്തീർന്നുവെങ്കിലും, നമ്മൾ നിശബ്ദതയിലിരിക്കുമ്പോൾ അവനവനോട് ചില തിരിച്ചു ചോദിക്കൽ ഉണ്ടാവും. നമ്മളോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അതിന് നാം തന്നെ ഉത്തരം പറയേണ്ടിയും വരും. അതൊരു നിർബന്ധിതമായ മനുഷ്യായുസ്സിൻ്റെ നിർബന്ധിതമായ ഒരു കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയ്ക്ക് വിധേയരാവാതിരിക്കാൻ
നമുക്കാവില്ല. കവിത കൊണ്ട് ചില കവികളൊക്കെ അത് മറികടക്കുന്നുണ്ടാവാം. വാൽമീകി മുതൽ കുമാരനാശാൻ മുതൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ള ഒരു ആത്മപീഡനത്തിൽ നിന്നാണോ, അടിച്ചേൽപ്പിക്കപ്പെടുന്ന ജീവിതത്തിന്റെ അനുഭവ സാന്ദ്രതയിൽ നിന്നാണോ അവർ ഈ നിലവിളി കേൾക്കുന്നത് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, വിശ്വസിക്കുമെങ്കിൽ വിശ്വസിക്കുക. ധാരാളമൊന്നും എഴുതിയിട്ടില്ല, എഴുതാനാവാത്തത് കൊണ്ടായിരിക്കില്ല ജോയി പറഞ്ഞത് വേണമെങ്കിലൊക്കെ. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ ഈ നിസ്സാരത, ഉറുമ്പിന് വഴിമാറേണ്ട ഒരു ബാധ്യത നമ്മളെ ഒരു അസംതൃപ്തമായ തിരിച്ചറിവിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കും. അതുകൊണ്ടാണ് ഒരുപാട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കാരണം ഈ ഇരിക്കുന്നവരൊക്കെ എൻ്റെ പ്രിയങ്കരരാണ് എന്നെനിക്കറിയാം. നിങ്ങളോടല്ലാതെ ഞാൻ ആർ മോഹനൻ എന്ന് പറയുന്ന ഞാൻ ആരോടാണ് ഉച്ചരിക്കേണ്ടത്? എൻ്റെ ആത്മാവിൻ്റെ മുറിവുകൾ, എൻ്റെ യാതനകൾ, ഭൗതികമായ യാതന മാത്രമല്ല ഞാൻ പറയുന്നു. ഒരാൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജയചന്ദ്രനെ പറ്റി ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരാൾ എന്ന് നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ ആ പ്രതിധ്വനി നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കേൾക്കാം. ഒരാൾ, നമ്മൾ ഞാൻ എന്നതിനപ്പുറത്ത് ഒരാളാണ്, ഒരു വ്യക്തി. ആ വ്യക്തിത്വത്തിന്റെ സവിശേഷത എന്താണ്? നമ്മൾ ആരെയാണ് അനുഭവിച്ചറിഞ്ഞ് അവരോട് സംസാരിക്കുന്നത്? അവരോട് സംസാരിക്കുന്ന നിങ്ങൾ ആരാണ്? ഒരാൾ അങ്ങനെയുള്ള ഒരു അനുഭവ ലോകത്തിലൂടെയുള്ള ഒരു വ്രണിത തീർത്ഥാടനമാണ് എഴുത്ത്, പ്രത്യേകിച്ച് കവിത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ക്ഷമിക്കാം, ഒരുപാടൊക്കെ പറയാനുണ്ട്. ഞാനൊരു കവിത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എങ്കിലും ചന്ദ്രിക അടുക്കളയിൽ പലതും വേവുന്നു. താള്, തകര, ചേമ്പ്, കാച്ചിൽ മുതൽ അപ്പപ്പോൾ മുളച്ചു പൊന്തുന്ന വികാരവായ്പകൾ വരെ പറഞ്ഞാൽ തീരില്ല. ഉടലും ഉന്മാദവും, രുചിയും അഭിരുചിയും, ചരിത്രവും വർത്തമാനവും ആവി പാറുന്നു. ചന്ദ്രിക തിരക്കിലാണ്. മുറ്റത്തെ ചപ്പുചവറുകൾ, അകത്തെ മാറാല, പൊടിപിടിച്ച പുസ്തകങ്ങളും തൊട്ടുനോക്കാത്ത ആഴ്ചപ്പതിപ്പുകൾ. ചിലപ്പോൾ ഇരുട്ടിൽ കൈനീട്ടുന്ന പോലെ ഇടനാഴിയിലെ ശൂന്യത. ആ ക്രൂരകാമുകൻ എങ്ങോട്ടാണ് കടന്നു കളഞ്ഞത്? വീണ്ടും ആ മരക്കൊമ്പിലേക്കോ? നാണം കെടുത്താൻ മുടന്തുന്ന കുഞ്ഞാടിനെ എന്തു ചെയ്തു? ചുമലിലേറ്റി കപടലോകവും കടന്ന് നടന്നു കാണും. ഉച്ചവെയിലിനെ ആർക്കാണ് പേടി? ക്ലാസ് മുറികളിൽ, വായനശാലകളിൽ, വാതോരാത്ത വൈകുന്നേരങ്ങളിൽ വേഗം കുറഞ്ഞ വാക്കുകൾ അവൻ വിതുമ്പി വായിക്കുന്നുണ്ടാവും. അറം പറ്റുന്ന വാർദ്ധക്യത്തിലേക്ക് വേവലാതികൾ വലിച്ചു നീട്ടുന്നുണ്ടാവും. തിരിച്ചു പിടിച്ച അടുക്കളയിൽ നിന്നു കാണാം പൂമുഖത്തെ ചാരു ദൃശ്യങ്ങൾ, കൈവിട്ടുപോയ കാനനഛായ. എല്ലാവരും എന്നെ പ്രശംസിച്ച ഭൂതപ്പാട്ട് പാടണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ ശാരീരം അതിനെ അനുവദിക്കാത്തതുകൊണ്ട് ക്ഷമിക്കുക.
സന്തോഷം. ബഹുമാന്യരെ, ഉറുമ്പുകൾക്ക് ഒളിത്താവളം വേണ്ട എന്ന ആർ മോഹന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ വളരെ സജീവമായി ഈ ഹോള് മുഴുവൻ നിറയുന്ന വിധത്തിൽ ആളുകൾ പങ്കെടുത്തത് നേരത്തെ ഗവൺമെന്റ് പറഞ്ഞ ഒരു അത്ഭുതകരമായ സംഭവം തന്നെയാണ്. എന്തായാലും ഈ പുസ്തക പ്രകാശന സംഭവത്തിൽ ഒരു കാലത്ത് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായ കൂട്ടായ്മയിലൂടെ ഉണ്ടായ ഗവൺമെന്റും ആർ മോഹനും അതുപോലെ മറ്റുള്ള ആളുകളും ചേർന്നുള്ള ഒരു വളരെയധികം എന്താ പറയുക ഒരു പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധിച്ചത് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു. എന്തായാലും ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത പ്രത്യേകിച്ചിട്ടും വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷനായിട്ടുള്ള പോൾ കല്ലനോട് മാഷെ പ്രത്യേകം നന്ദി പറയുന്നു. മുഖ്യാതിഥിയായിട്ടുള്ള ജോയ് മാത്യു പിന്നെ പ്രത്യേകം നന്ദി പറയുന്നു. ഗുരുവായൂർ കോളേജിലെ പ്രിൻസിപ്പളായ പ്രൊഫസർ വാസുദേവൻ പി സാറേയും അതുപോലെ ദേശാഭിമാനി എഡിറ്റർ മാനേജറായിട്ടുള്ള അദ്ദേഹത്തെയും മറ്റെല്ലാവരെയും പ്രത്യേകം അവരോടൊക്കെ നന്ദി പറയുന്നു. സദസ്സിലുള്ള ഏവരോടും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുസ്തക പ്രകാശന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ മോഹന് എല്ലാവിധ പിന്തുണയും കൊടുത്ത് സഹായിച്ച ഒരുതരം സഹകരണ സംഘത്തിന്റെ രൂപത്തിൽ ഇത് നടപ്പിലാക്കാനുള്ള സ്നേഹപരമായ സമീപനം ചെയ്ത പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ പേരൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞു. അവർക്കൊക്കെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.